ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികൾ, ഇതിൻ്റെ സംഘാടകർ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇന്ന് സത്യത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം VTR എന്ന് പറയുന്ന മൂന്നക്ഷരം കോഴിക്കോടിൻ്റെ മണ്ണിൽ വീണ്ടും ഒരു പ്രതിധ്വനിയായി ഉയരുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. കാരണം 85-90 കാലഘട്ടത്തിലൊക്കെ തന്നെ കോഴിക്കോട്ടെ പല സംഘാടനത്തിൻ്റെയും പ്രോഗ്രാമുകളുടെയും ഒക്കെ തന്നെ മാറ്റുകൂട്ടുന്നതിൽ പ്രാമുഖ്യം വഹിച്ച വ്യക്തിത്വമായിരുന്നു VTR. ഞാനൊക്കെ ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് VTRനെ കണ്ട് തുടങ്ങിയിട്ടുള്ളത്. അവസാനമായി അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ട് നടന്നൊരു ചടങ്ങിലാണ്. യാദൃശ്ചികമായി ഞാനും അന്ന് ബാംഗ്ലൂരുള്ളത് കൊണ്ട് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും സാധിച്ചു. കാരണം അത്തരം ഓർമ്മകളിലൂടെ അല്ലാതെ ഈ വിഷയത്തിലേക്ക് കടക്കുക സാധ്യമല്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് സാന്ദർഭികമായി ഞാനത് ഇവിടെ സ്മരിക്കുന്നത്. ഈ ഒരു VTRൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി ജാതിയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന, സത്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ സാമൂഹിക രംഗത്തും മറ്റ് രാഷ്ട്രീയ മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ വ്യത്യസ്ത വിഷയങ്ങളെ സാമൂഹ്യ മനഃശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര രീതിയിലൊക്കെ തന്നെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മനഃശാസ്ത്ര രംഗത്തൊക്കെ തന്നെ പ്രാമുഖ്യം നേടിയിട്ടുള്ള ആളുകൾ അവജ്ഞയോടെ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ സ്പർശിക്കുക പോലും ചെയ്യാത്ത ഒരു ആശയം ലോകം ആണ് ജാതി. ഒരുപക്ഷെ നമ്മുടെ അക്കാദമിക സ്പേസുകളിലേക്ക് അത്തരം ചർച്ചകളുടെ പ്രാധാന്യത്തെ വിളിച്ചോതേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാനത് പറയുമ്പോൾ അതിൻ്റെ ഒരു സോഷ്യോ കൾച്ചറൽ ഡയമെൻഷനെ നമുക്ക് കാണാതെ ഈ വിഷയത്തെ സമീപിക്കുക സാധ്യമല്ല. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ജനതയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് കൊല ചെയ്യപ്പെടേണ്ട, വളരെ പ്രാകൃതമായ രീതിയിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു സാമൂഹിക പശ്ചാത്തലം രൂപപ്പെടുത്തുന്ന സ്വത്ത് രൂപങ്ങൾ സൃഷ്ടിക്കുന്ന, അത്തരം സിംബലുകളെ സൃഷ്ടിക്കുന്ന, അത്തരം സാമൂഹ്യ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം നമ്മുടെ ഇടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ സമയത്തും നമ്മുടെ സാംസ്കാരിക മണ്ഡലം
നിശബ്ദമാണ് എന്ന് പറയാൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല. ഞാനത് പറയുന്നത് അതിൻ്റെ ഒരു അവസാനത്തെ ഒരു അക്കാദമിക രംഗത്ത് പോലും അതിൻ്റെ ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് രോഹിത് വെമൂല പോലും അതിൻ്റെ ഒരു നേരിട്ടുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഞാൻ അപ്പോഴും അത് നേരിട്ട് എന്ന് പറയുന്ന സമയത്ത് പോലും ഞാൻ അതിനെ വീക്ഷിക്കുന്നത് ആ അർത്ഥത്തിലേക്ക് വെമൂലയെ പോലും ചിന്തിപ്പിക്കുന്ന ഒരു മാനസികാരോഗ്യ രംഗത്തെ രൂപപ്പെടുത്തുന്ന എന്തോ ചില ചാലക ശക്തികൾ, പ്രവർത്തന രീതികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ കേരളത്തിൽ വ്യാപകമല്ലെങ്കിൽ പോലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഇതിനെ ഇനിയും വ്യത്യസ്ത കോണിലൂടെ വീക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത്തരം പഠനങ്ങളെ മുന്നോട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാം എന്നേറ്റതും. ഒന്ന്, ഈ ശിഷ്ടത്തെ, ജാതി എന്ന് പറയുന്ന ശിഷ്ടത്തെ നിലനിർത്തുന്ന ഒരു മനഃശാസ്ത്ര രീതി, സമ്പ്രദായം നിലനിൽക്കുന്നു. അതെന്താണ് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. രണ്ടാമതായി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ, ജാതിയുടെ ഒരു ഇമ്പാക്റ്റ്, പ്രത്യാഘാതങ്ങൾ ഒരു ജനതയെ എങ്ങനെയൊക്കെയാണ്, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞാനത് പറയുമ്പോഴും എത്രമാത്രം നിങ്ങളിലേക്ക് അത് എത്തുന്നു എന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയില്ല. കാരണം അത്തരത്തിലുള്ളൊരു ചിന്താധാര നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട്. മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാനൊരു ഇമേജ് തന്നാൽ പോലും നിങ്ങളിലേക്ക് ആ ചിന്തകൾ ഇങ്ങനെ സന്നിവേശിപ്പിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടും ഇവിടെ ഈ ഒരു അർത്ഥത്തിൽ അത്തരം അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കാം അത്. എന്നിരുന്നാലും വ്യത്യസ്തമായ ജാതിയെ മാനസിക തലത്തിലൂടെ നോക്കിക്കണ്ടിട്ടുള്ളതിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആളായിരുന്നു ബാബാ സാഹേബ് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല. അതിനെ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ, അതിനെ നരവംശാസ്ത്ര രീതിയിലൂടെ വിശകലനം ചെയ്തതോടൊപ്പം തന്നെ അല്ല അതിൻ്റെ ഒരു ഒറിജിൻ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ജാതി എങ്ങനെ നിലനിൽക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ആന്ത്രപ്പോളജിക്കൽ അനാലിസിസ് നടത്തിയോടൊപ്പം തന്നെ അംബേദ്കർ അവസാനമായി എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അംബേദ്കർ അവസാനിപ്പിച്ചത് ജാതി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, വിത്തിൻ ഡബിൾ ഇൻവെർട്ടഡ് കോമ, ഒരു മാനസിക അവസ്ഥയാണ്. അതൊരു മാനസിക അവസ്ഥയാണെങ്കിൽ അത്തരം അവസ്ഥകളെ സൃഷ്ടിക്കുന്ന ഒരു സിസ്റ്റം നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അതൊരു മാനസിക അവസ്ഥ ആയതുകൊണ്ടാണ് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, അതൊരു ഇഷ്ടിക ഭിത്തിയായിരുന്നെങ്കിൽ ഞാനൊരു ഡൈനാമിറ്റ് വെച്ചുകൊണ്ട് അതിനെ തകർക്കുമായിരുന്നു. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയായതുകൊണ്ട് എനിക്കതിനെ ഒരു ബുൾഡോസർ വെച്ച് തകർക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഇതൊരു മെറ്റീരിയൽ ആസ്പെക്റ്റ് അല്ല, ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് പൊല്യൂട്ടഡ് എന്ന് പറയുന്ന, അല്ലേ, ആരൊക്കെയോ സ്പൃശ്യരും അസ്പൃശ്യരും ആവുന്ന തരത്തിലേക്കുള്ള ഒരു സ്പൃശ്യതയുടെ പൊല്യൂഷനുമായി ബന്ധപ്പെടുത്തി ഒരു ക്രൈറ്റീരിയ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കേണ്ട കുറേ ആളുകളും അകന്ന് നിൽക്കേണ്ട കുറേ ആളുകളും എന്ന് പറയുന്ന ഒരു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ്, അല്ലേ, ആളുകളെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉള്ള ഒന്നാണ്
ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലെത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഉല്ലാസം അല്ല ഒരു പുറത്തെ ഗ്രൂപ്പിലേക്ക് എത്തുന്ന സമയത്ത്. അങ്ങനെ ആളുകൾ തന്നെ ഒരു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ആക്കുന്നതിൽ അല്ലെ, തൊട്ടുകൂടുന്നവരും തൊട്ടുകൂടാത്തവരും എന്ന് പറയുന്ന തരത്തിലേക്ക് പൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന, അങ്ങനെ വേർതിരിവ് മാത്രം അല്ല, ആ വേർതിരിവിനെ കൃത്യമായി ഒരു ദൈവിക അടിത്തറയിലൂടെ എന്ന് പറഞ്ഞാൽ അൺക്വസ്റ്റ്യനബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യുക സാധ്യമല്ല. കാരണം അത് ഉണ്ടാക്കിയത് മനുഷ്യരല്ല എന്നുള്ളതാണ് വെപ്പ് അല്ലേ. അത് എന്താ, മായാസൃഷ്ടാണ് അല്ലേ. ഭഗവത്ഗീത തന്നെ ഉദ്ഘോഷിക്കുന്ന അതാണ്. ജാതിയെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അല്ലേ. ജാതിയെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് അൺക്വസ്റ്റ്യബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള പ്രതിരോധത്തെ പോലും അറസ്റ്റ് ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലേ. ലോകത്തെവിടെയില്ല അത്. ലോകത്തെല്ലാ ഇടങ്ങളിലും അടിമത്തത്തിനെതിരെ പ്രതിരോധ നിരകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തൊട്ടു മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, ഒരു മൂവ്മെന്റ് എന്നുള്ള അർത്ഥത്തിലേക്ക് എവിടെയും കേരളത്തിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു സാധനമാണ്. വൈ? ഇവിടെയാണ് ഇതിൻ്റെ കാസ്റ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ വരാത്ത വിധത്തിൽ സെഗ്മെന്റുകളാക്കി കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ടിട്ട് ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് എൻട്രി ഇല്ലാത്ത വിധം ഇതിനെ കൊട്ടി അടക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ ഒരു സാധനം. നമ്മൾ 108ഓളം ജാതികൾ എന്നൊക്കെ പറയുമ്പോഴും ഇവരെ ഐക്യപ്പെടുത്തുന്ന, ഏകരൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കണ്ണിയെ സൃഷ്ടിക്കുക സാധ്യമല്ല. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. ഞാൻ മനസ്സിലാക്കുന്നതാണ് അടിസ്ഥാന കാരണം ഇതാണ്. അതുകൊണ്ട് പുറത്ത് അതിനൊരു മാറ്റം വന്നത്, അതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു കണ്ണിയായി ഒരു പക്ഷേ അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഐക്കൺ രൂപപ്പെട്ടപ്പോഴാണ് കുറച്ചെങ്കിലും കേരളത്തിൽ ഒരു ഐക്യനിരയിലേക്ക്, ഒരു ദലിത് സ്വത്വം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റികൾ, കാസ്റ്റുകൾ വെൽഡ് ചെയ്യപ്പെട്ടത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ വ്യത്യസ്തമായ കമ്പാർട്ട്മെൻറ്റുകൾ ആക്കി വെച്ചിട്ടുള്ള ഒരു കണ്ണികളെ വിളക്കി ചേർക്കുന്ന ഒരു സിസ്റ്റം ഇല്ലാത്ത വിധം ഒരു ടൈറ്റ് ഷെഡ് കമ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കാണുന്ന സമയത്ത്, ഇപ്പോഴ് ഇതിനൊരു പുതിയ രീതിശാസ്ത്രം കൂടി വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സൈക്കോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുൻപ് കാലത്ത് ഡയറക്റ്റ് ആയിട്ട് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളായിരുന്നെങ്കിൽ ഇന്നതല്ല. ഇപ്പോഴുള്ളത് ആരെയാണോ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള സമൂഹം, അവർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാസ്റ്റിൻ്റെ ഒരു സൈക്കോളജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ദലിത് സമൂഹത്തിൻ്റെ ശത്രു എന്ന് പറയുന്ന സത്യത്തിൽ ഇപ്പോഴ് മുമ്പ് ആരായിരുന്നോ അവരല്ല ശത്രുവായിട്ട് ദലിത് കമ്മ്യൂണിറ്റി പോലും കാണുന്നത്. അവർക്കിടയിൽ ശത്രുക്കളെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്നതിൽ കാസ്റ്റിസം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഇതിൻ്റെ മറ്റൊരു സൈക്കോളജിക്കൽ വേർഷൻ വീണ്ടും വീണ്ടും പുനർ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇത് കഴിവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ ഒരു മാനസിക തലവും രൂപപ്പെടുത്തുന്നു. ചില ജാതികൾക്ക് കഴിവും ചില ജാതികൾക്ക് കഴിവില്ലാത്തവരും എന്ന്, അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് റിസർവേഷനൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും കഴിവ് എന്നുള്ള, റിസർവേഷൻ കഴിവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമേ അല്ല. അതൊരു റെപ്രസെൻറ്റേഷൻ്റെ, എല്ലാ ആളുകൾക്കും ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ്. അതിൽ കഴിവിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല. അപ്പോൾ കഴിവ് ഉള്ളവർക്ക് ജോലി കിട്ടാത്തത് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്ന തലം വരെ അത് ഇതിനെ വേറൊരു സാധനം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് നിലനിൽക്കുക മാത്രമല്ല, ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. ഇത് കേരളത്തിൻ്റെ ഒരു വിശിഷ്ടമായ സ്വഭാവമാണ്. ഇത്തരം സാധനത്തിനൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് പലപ്പോഴും ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒന്ന് ഇതിനിടയിൽ കിടന്ന്, ഇതിൻ്റെ ഒരു ജാതിയുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റിയാണ്. ചില ഐഡൻറ്റിറ്റികൾ ആളുകളിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നു. ആ സ്റ്റാറ്റസ് അവർക്ക് സോഷ്യൽ റോളുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിൽ പോലും ഒരു ജനകീയ സമിതി വന്നാൽ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആരാവണം എന്നുള്ളത് നിങ്ങളും ഞാനും തീരുമാനിച്ചു കഴിഞ്ഞ സാധനമാണ്. പേര് മാത്രമേ എഴുതി ചേർക്കേണ്ടതുള്ളൂ. റെപ്രസെൻറ്റേഷൻ ഏത് കമ്മ്യൂണിറ്റി ആയിരിക്കണം എന്നുള്ളത് നോർമലൈസ് ചെയ്യപ്പെട്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ജാതിയുടെ ഒരു സോഷ്യോ സൈക്കോളജി എന്ന് പറയുന്നത് ജാതിയുടെ ഹൈറാർക്കിയെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സ്. അത് അക്കാദമിക് രംഗത്ത് നടക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സെനാരിയോയിൽ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്, എഴുത്തിൻ്റെ മേഖലയിൽ നടക്കുന്നുണ്ട്, കലയുടെ മേഖലയിൽ നടക്കുന്നുണ്ട്. എന്തിനേറെ ഫെമിനിസത്തിനകത്ത് പോലും, അല്ലേ, അനീതിക്കെതിരെ പോരാടുന്ന ഒരു ഗ്രൂപ്പാണ് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് എന്ന്. അതിനകത്ത് പോലും ഈ പറയുന്ന കാസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിർണായകമായ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലേ, ഇത്തരം ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഒന്നൊരു കുട്ടി ജനിച്ച് വീഴുമ്പം തന്നെ അവനൊരു കൾച്ചറൽ കേപ്പബിലിറ്റിയോട് കൂടി തന്നെയാണ് ആ കുട്ടിയുടെ ജനനം. ഞാൻ ആ അർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. ഒരു അപ്പർ കാസ്റ്റിൽപ്പെട്ടൊരു കുട്ടി ജനിച്ച് വീഴുമ്പം തന്നെ അവനൊരു 2-3 വയസ്സാകുമ്പോഴത്തിന് തന്നെ അവൻ എന്താവണം എന്നുള്ളത് ഇൻബിൽറ്റാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടുള്ളൊരു സൗഹൃദ വലയങ്ങൾ അവനെ ആ ഐഡൻറ്റിറ്റിയിലേക്ക് പതുക്കെ പതുക്കെ റൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവൻ ഒരു സ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ അവൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടു. അവൻ എന്ത് ജോലി സ്വീകരിക്കണം എന്നുള്ളത് അവൻ തന്നെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ കൾച്ചറൽ ആസ്പെക്റ്റിന് വലിയ റോളുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ജാതി അതിൻ്റെ റോള് നിർണ്ണയിക്കുന്നത്. അവൻ്റെ എൻട്രി പോലും തീരുമാനിക്കപ്പെട്ടു. ഒരു സോഷ്യൽ സ്ഫിയറിനകത്ത് അവനുള്ള പാതകൾ മുഴുവൻ വെട്ടി തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്ത് മറ്റൊരു കുട്ടി അവൻ്റെ എൻട്രി എവിടേക്കാണ് എന്നറിയാതെ റോൾ കൺഫ്യൂഷനകത്ത്, കുറ്റപ്പെടുത്തലുകൾക്കകത്ത്, സ്കൂളുകളിൽ പോലും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ ഐഡൻറ്റിറ്റിയാണ് രോഹിത് വെമുലയിലും വർക്കൗട്ട് ചെയ്തത്. ഈ ഐഡൻറ്റിറ്റിയാണ് പലപ്പോഴും ഇന്ന പ്രദേശത്ത് നിന്നുള്ള കുട്ടി എന്ന് പറയുന്ന, ഇപ്പോഴും ആ പ്രയോഗം സ്കൂളുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില ഐഡൻറ്റിറ്റിക്കകത്ത് കടന്ന് ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പെട്ടുപോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ച് സർവൈവൽ സാധ്യതകൾ കുറവാണ്. അവൻ്റെ മുമ്പിൽ പരിമിതികൾ മാത്രമാണുള്ളത്. പരിമിതികൾ മാത്രമല്ല, മറ്റുള്ള കുട്ടികളുടെ ഒറ്റപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ ഒരു അലീനേഷൻ എന്ന് പറയുന്ന, ഇന്ന് ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് അലീനേഷൻ എന്ന് പറയുന്നത്.
അത് വെറും ഐസൊലേഷൻ അല്ല. അത് ഐസൊലേഷൻ എന്ന് പറയുന്നത് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഒറ്റപ്പെടുന്ന ഒന്നാണ്. ഇതല്ല, ആൾ നിൽക്കുന്നത് ആൾക്കൂട്ടത്തിൽ തന്നെയാണ്. അല്ലെ, ഒരു വലിയ പബ്ലിക് മാസിനിടയിലാണ്, ഗ്രൂപ്പിന് ഇടയിൽ തന്നെയാണ് നിൽപ്പ്. പക്ഷേ എവിടേക്കോ ഒരു ഒറ്റപ്പെടൽ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന, മറ്റുള്ള ആളുകളിൽ നിന്ന് സെക്ലൂഡ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു മാനസിക നിലവാരത്തിലുള്ള ജീവിതമായിട്ട് പോകുന്ന ആളുകൾ. ഈ അലീനേഷനിൽ നിന്നാണ് കാസ്റ്റിൻ്റെ വിക്റ്റിമായിട്ടുള്ള ഓരോ കുട്ടിയും മുന്നോട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഡെമോക്രസിയെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ തന്നെ പറഞ്ഞത്, പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നുള്ളത് സാധ്യമാവണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രസി സാധ്യമാവണം എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റും ഇതാണ്. കാസ്റ്റിൻ്റെ സൈക്കോളജിക്ക് ഒരു കാസ്റ്റിൻ്റെ പൊളിറ്റിക്സും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു ആശയത്തെ രൂപപ്പെടുത്തൽ അനിവാര്യമാണ്. ഇത് നമ്മൾ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും മറ്റുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത്. മറ്റുള്ള ആളുകളെ നമ്മൾ വീക്ഷിക്കുന്നത്, അല്ലെ, ഇമിറ്റേഷനാണ് മൊത്തം. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അതിനെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് കേരള കാസ്റ്റ് പൊളിറ്റിക്സിനകത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നു, പറയനെ പുലയനെ മാറ്റി നിർത്തുന്ന പോലെ നായരും മാറ്റി നിർത്തുന്നു. നായർ മാറ്റി നിർത്തുന്നത് കണ്ടപ്പോൾ ഈഴവനും മാറ്റി നിർത്തുന്നു. ഈഴവൻ മാറ്റി നിർത്തുന്നത് കണ്ടപ്പം ക്രിസ്ത്യാനിറ്റിയും മാറ്റി നിർത്തുന്നു. ക്രിസ്ത്യാനിറ്റി മാറ്റി നിർത്തുന്നത് കണ്ടപ്പം ഇസ്ലാമിനകത്തുള്ളവരും മാറ്റി നിർത്തുന്നു. എന്നാൽ ആശയപരമായി മാറിയിട്ടുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പല ആളുകളും മറ്റർത്ഥത്തിൽ ചിന്തിക്കുന്നവരുമുണ്ട്. അതില്ല എന്നല്ല. ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ, ഒരു മേലേക്കിടയിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു പ്രോസസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അൺക്വസ്റ്റ്യനബിളായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു തോട്, അല്ലേ, കാസ്റ്റിനൊരു തോട് നിലനിൽക്കുന്നുണ്ട്. ആ തോടിനകത്ത് അകപ്പെട്ട ആളുകളാണ് ഈ വിക്ടിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തോട് പൊളിച്ചു മാറ്റലാണ് ഇതിൻ്റെ പ്രതിവിധി. ഈ തോട് പൊളിച്ചു മാറ്റലാണ് അംബേദ്കർ ചെയ്തത്. ഈ തോട് പൊളിച്ചു മാറ്റലാണ് അംബേദ്കറുടെ കൺവേർഷൻ എന്ന് പറയുന്ന വലിയ ഒരു ആശയ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഐഡൻറ്റിറ്റിയാണ് ഒരു കൂട്ടത്തെ അപകടപ്പെടുത്തുന്നതെങ്കിൽ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പുതിയൊരു സത്വം സ്വീകരിക്കുക എന്ന് പറയുന്ന സിമ്പിൾ ലോജിക്, ഇതാണ് അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡിങ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലേ, നമ്മളൊരു പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റകൾ രൂപപ്പെടുന്ന പോലെ, അല്ലേ, പ്യൂപ്പയായ സമയത്ത് ആരും മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. ഒരു പുഴുവിനെ പോലെ അങ്ങനെ നിൽക്കുമ്പോൾ ആരും അതിനെ നോക്കുക പോലും ഇല്ല. ആ തോടിൽ നിന്നാണ് പുതിയൊരു ചിത്രശലഭമായിട്ട് അത് പറന്നു പോകുന്നത്. അങ്ങനെ പറന്നു പോകുമ്പോൾ അതിൻ്റെ മനോഹാരിത കണ്ട് നമ്മളൊക്കെ നോക്കി നിൽക്കും. ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. ഈ ഐഡൻറ്റിറ്റി ട്രാൻസ്മിഷനാണ് കാസ്റ്റിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. ഇതല്ലാതെ ഷോർട്ട് കട്ടുകൾ ഇല്ല. ഷോർട്ട് കട്ടുകൾ പലതും പരാജയപ്പെട്ടതാണ്. അതിലൊരു ഷോർട്ട് കട്ടായിരുന്നു സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒന്ന്, അല്ലേ, സംസ്കൃതവൽക്കരണം. സംസ്കൃതം പഠിച്ചാൽ ഇവരൊക്കെ വേറൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പോകും എന്ന് പറയുന്ന ഒരാശയവുമായി വന്നിട്ടുള്ള ഒരു ലോകം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴതിൻ്റെ പ്രതിഫലനായിട്ട് ഇവിടെയൊക്കെ നടക്കുന്നൊരു പരിപാടിയുണ്ട്. പട്ടികജാതിക്കാരെ നമ്പൂരിയാക്കുന്നൊരു പരിപാടി. അല്ലേ, ഇവിടെ അതിനൊരു കേന്ദ്രമുണ്ട്. കോഴിക്കോട്ടാണ് അതിൻ്റെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ നമ്പൂരിയൊന്നും സത്യത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് എത്താൻ സാധ്യതയില്ല. അതാണ് അതിൻ്റെ ഒരു കാസ്റ്റ് സൈക്കോളജി എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, നിങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു സൈക്കോളജിയാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐക്യപ്പെടൽ, നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച ഐക്യപ്പെടൽ സാധ്യമാവാത്തതിൻ്റെ സാധനം ഇതാണ്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻ്റർ കാസ്റ്റ് കോൺഫ്ലിക്റ്റുകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം പല ഗ്രൂപ്പുകളിലും ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ അടിയാണ് സാധനം. അവിടെ തീരുമാനിക്കുന്ന ആരാണ് കേമൻ എന്ന് തീരുമാനിക്കാനുള്ള ശ്രമമാണ്. ഞാൻ ഇത്തരം കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു സാധനം പറയുകയാണ്. അവിടെ അടിയോടടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ അടി നടത്താൻ വേണ്ടി അവിടെ നടക്കുന്ന ഒരു സാധനം ഇപ്പോൾ പുതിയതായി നടന്നുകൊണ്ട് ഇരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാണ്. പല ഗ്രൂപ്പുകളിലും അംബേദ്കർ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഇവിടെ ഉണ്ടായി തന്ന മുഴുവൻ അയ്യങ്കാളിയാണ്. അംബേദ്കർ ഗാന്ധിയായിട്ട് കോംപ്രമൈസ് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് അംബേദ്കർ അയ്യങ്കാളി ഐക്കണുകളെ തമ്മിലടുപ്പിച്ച് വീണ്ടും ഈ ഐക്യനിരയെ തകർക്കാനുള്ള പുതിയൊരു സാധനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒരു സോഷ്യൽ മീഡിയ ചർച്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ഗൗരവമായി കാണേണ്ട ഒരു സാധനം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ സ്വരുക്കൂട്ടി വന്നിട്ടുള്ള ഒരു ഐക്യനിരയെ വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്യാനുള്ളൊരു മനഃശാസ്ത്രം സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത. ഇപ്പം ഏതായിരുന്നാലും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തിലേക്കൊന്നും കടന്നു പോകാനും ചർച്ചകളും സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ജാതിക്കൊരു മനഃശാസ്ത്രം ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം 2-3 വാചകങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു. ഓരോ ഓർമ്മപ്പെടുത്തലുകളായി, ഒരു വോയിസായി മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചിട്ടുള്ളതിൻ്റെ സംഘാടകർക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രഭാകരേട്ടനെയും വാസുകേട്ടനെയും ഒക്കെ ഒരേ വേദിയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലും അത്തരം സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.